ഷോസ് ദി വേ. നമ്മുടെ വഴി ഇതാണ്, ഇങ്ങനെ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്ന ടാർഗറ്റ് ബേസ്ഡ് ആയിരിക്കുന്ന വികസനം ഉണ്ടാക്കിയെടുക്കാൻ ഷോസ് ദി വേ. അവിടെയാണ് ലീഡർ ഉണ്ടാവുക. മൂന്നാമത്തത് ആൻഡ് ഗോസ് ദി വേ. നിങ്ങളെല്ലാം പോയിക്കോ കേട്ടോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനല്ല ലീഡർ. അവരുടെ കൂടെ നിൽക്കുന്നവനാണ് ലീഡർ. കൂടെ നിൽക്കണം. ചൂല് ചൂട്ട് ഓലച്ചൂട്ട് ഉണ്ടില്ലേ? പണ്ടത്തെ ടോർച്ച് വരുന്നതിന് മുമ്പുള്ള നാട്ടിടവഴികളിലൂടെ വയൽവരമ്പുകളിലൂടെ പോയിരുന്ന് വെളിച്ചം കിട്ടുന്ന ഒരു സാധനമാണ് ഓലച്ചൂട്ട്. ഒരു ചൂലും ചൂട്ടും കണ്ട രണ്ടും ഒരേ ഘടനയല്ലേ? രണ്ടും ഒരു ഘടന. പക്ഷേ ചൂട്ട് വെളിച്ചം ഉണ്ടാക്കുന്നതും ചൂല് അശ്രീകരവുമാണ്. എവിടെയും പോകുമ്പോ ചൂല് കണ്ട അശ്രീകരമാണ്. എന്താണത്? രണ്ട് കണ്ടാൽ ഒരുപോലെയാണെങ്കിലും പക്ഷെ അതിന്റെ ഘടനയിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ചൂട്ട് കെട്ടുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു കണ്ണി കൊണ്ടാണ് അല്ലെ? ചൂല് കെട്ടുന്നത് പുറത്തുള്ളൊരു നാര് കൊണ്ടാണ്. ചൂട്ടിന്റെ കണ്ണി കൂട്ടത്തിൽ ഒരാളാണ്, ഒന്നിച്ച് ചേർത്ത് പിടിക്കുകയും ചെയ്യും, ഒന്നിച്ച് നിന്ന് കത്തുകയും ചെയ്യും അല്ലേ? ചൂട്ടിന്റെ കണ്ണി കൂട്ടി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് കൂടെ നിന്ന് കത്തും ചൂട്ട്. ചൂല് കൂടി യോജിപ്പിച്ച് ഇങ്ങനെ പിടിക്കുകയെന്നല്ലാതെ അതിന്റെ ആ ധർമ്മത്തിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. അതുകൊണ്ട് അത് അശ്രീകരമാണ്. നമ്മൾ ലീഡർഷിപ്പ് ആരാവണം? ചൂലിന്റെ കണ്ണിയല്ല, ചൂട്ടിന്റെ കണ്ണിയാവണം. കൂടെ നിൽക്കണം, ഒരുമിപ്പിച്ച് നിർത്തണം, കൂടെ നിന്ന് കത്തണം. ഇതാണ് ചൂട്ടിന്റെ ധർമ്മം. അതാണ് ഗോസ് ദി വേ. കൂടെ നിൽക്കണം. അത്തരത്തിൽ a leader one who knows the way, shows the way, goes the way. അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ് ഒരു സംരംഭകൻ. ആ ലീഡർഷിപ്പ് ഉണ്ടാവണം. ആ ലീഡർഷിപ്പിന് വികാസം ഉണ്ടാവണം. ആ വികാസം ഉണ്ടാവുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും. അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചിട്ട് അത്രയേ വർഷമായിട്ടുള്ളൂ. എന്നിട്ടും അവരിപ്പം നമുക്ക് തീരുവ 50% നിശ്ചയിച്ചിട്ട് പേടിപ്പിക്കുക. അവന്റെ അച്ചാച്ചൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇല്ലേ? എന്നിട്ടും അവൻ നമ്മളെ പേടിപ്പിക്കുന്നു. വായി